ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പറവൂരിലെ ഒരു ചരിത്രഭൂമി പാലിയം കൊട്ടാരം. ഞാനിത് ആദ്യമായിട്ട് ഇവിടെ ഇതുള്ളത് അറിയണത് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കേട്ടോ. ഞാൻ പറവൂരിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ തുടങ്ങിയപ്പോൾ ഒരു പ്രാവശ്യം കൂടിയും പോയി നിങ്ങളെയും കൂടിയും അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാമെന്നും വിചാരിച്ചിട്ടാണ് ഞാനിത് പോയത് രണ്ടാമതും. അങ്ങനെ ഞങ്ങൾ പറവൂർ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് പാലിയത്ത് വന്നിറങ്ങി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒരമ്പലമാണ്. ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി നടന്നാണ് നമ്മൾ ഈ പാലിയം കൊട്ടാരത്തിലോട്ട് കയറുന്നത്. പ്രാചീന സമുച്ചയത്തിലെ ഏറ്റവും പ്രാചീന കെട്ടിടങ്ങളിൽ ഒന്നാണ് പാലിയം ഊട്ടുപുര. 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ പാലിയം ശിവക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അഷ്ടമി അച്ഛനാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടത്തിൻ്റെ ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായാണ് ഊട്ടുപുരയെ സ്മാരക ഊട്ടുപുരയായി കേരള സർക്കാർ പ്രഖ്യാപിച്ചത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നകത്തോട്ട് കയറി. അവിടെ 55 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ്. പിതൃസമൃദ്ധി എന്ന് പറയുന്നത് പണ്ട് കാലത്തൊക്കെ ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിച്ചിരുന്ന സ്ഥലമാണത്. അതിന് ചുറ്റും അവർ മതിൽ കെട്ടി അത് അടച്ചു വെച്ചേക്കുന്നതാണ്. ഇഷ്ടംപോലെ ആൾക്കാർ മരിച്ചു പോയിട്ട് ദഹിപ്പിച്ചേക്കുന്ന സ്ഥലമാണ്. ഇതിന് ചുറ്റും ഇവിടുത്തെ അവകാശികൾ, ഈ തറവാടുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് താമസിക്കുന്നത്. അവർക്ക് ഓരോ പ്രോപ്പർട്ടി ഭാഗം ചെയ്യുന്ന സമയത്ത് അവരുടേതായ സ്ഥലങ്ങൾ അവർക്ക് കിട്ടിയപ്പോൾ അത് പണ്ടത്തെ കെട്ടിടങ്ങളൊക്കെ ചിലവർ അത് ആ രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ചിലവർ അവരുടെ ഇഷ്ടങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുസരിച്ച് അവരിപ്പോഴത്തെ മോഡലിൽ പണിതേക്കുന്ന വീടുകളുണ്ട് ചുറ്റിനും. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് കയറി. ആദ്യം തന്നെ നമ്മൾ കയറുന്നത് 4 കെട്ടിലോട്ടാണ്. 4 കെട്ട് പൊതുവേ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള സ്ഥലമാണ് 4 കെട്ട്. ഇവിടെ ആണുങ്ങൾ വരാറില്ല. ഇവിടുത്തെ തലമൂത്തവർ അമ്മ വഴിയാണ് ഇവിടെ അവകാശം നിലനിൽക്കുന്നത്. ഇവർക്ക് ഒറ്റയ്ക്കായിട്ടുള്ള സ്വത്തുക്കൾ ഇവർക്കില്ല. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇവർക്ക് സ്വർണം വേണമെങ്കിൽ അവിടുത്തെ തലമൂത്തത് അവിടുത്തെ അമ്മ, പാലിയത്തമ്മ, ആ അമ്മയുടെ അടുത്ത് വന്ന് കാര്യം പറയുമ്പോൾ അവർ ഓർണമെൻറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും അവരെടുത്ത് കൊടുത്തിട്ട് അവരത് രേഖപ്പെടുത്തി വെക്കും. ആവശ്യം കഴിയുമ്പോൾ അത് തിരികെ കൊണ്ടുവന്ന് ആ പാലിയത്തെ അമ്മയുടെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കും. ആ അമ്മയാണ് ഇത് സൂക്ഷിച്ചിരുന്നതൊക്കെ. ഈ 4 കെട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന റൂമാണ് ഇവർ സ്വർണവും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഭാഗം. അടുത്തത് കിച്ചൻ്റെ നേരെ പുറത്ത് തന്നെ ഒരു ജനലുണ്ട്. അതിൽ നിന്നാണ് അവർ വെള്ളം കോരിയിരുന്നതൊക്കെ. അപ്പം ഇവിടെ വെച്ച് ഭക്ഷണമൊക്കെ പാകം ചെയ്തതിന് ശേഷമാണ് ഇവർ ഊട്ടുപുരയിലേക്ക് പോയിരുന്നത്. ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയണത്. ഇവിടെ ഫുഡ് ഉണ്ടാക്കാനും അത് ഊട്ടുപുരയിലേക്ക് പോകാനും കഴിക്കാനൊക്കെ. ഒരു ദിവസം 10-200 ആളുകളാണ് ഭക്ഷണം കഴിക്കാൻ ഈ പാലിയം കൊട്ടാരത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഊട്ടുപുരയിലോട്ടാണ് എല്ലാവരും പോയിക്കൊണ്ടിരുന്നത് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് പ്രസവമുറി. ഇപ്പോഴാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉള്ളത്. പണ്ടൊക്കെ ഡെലിവറിയൊക്കെ വീടുകളിൽ തന്നെയാണ് നടന്നിരുന്നത്. അപ്പോൾ അതിനായിട്ട് അവർ ഉപയോഗിച്ചിരുന്ന റൂമാണിത്. ഒരു കുഞ്ഞു റൂം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. ആ കാണുന്നത് അവിടെയാണ് ഡെലിവറിയൊക്കെ നടന്നിരുന്നത്. എന്നിട്ട് പിന്നെ കുഞ്ഞിനൊക്കെ ആയിട്ട് ആ റൂമിൽ വന്ന് കിടക്കും. അവിടെ ഒരു പ്രത്യേക തണുപ്പാണ് കേട്ടോ ആ റൂമിൽ. ഈ AC ഫാൻ അതൊന്നിൻ്റെ ആവശ്യമില്ല. ആ റൂമിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യും. ഇവിടെ ഏറ്റവും മുതിർന്ന സ്ത്രീകളാണ് പാലിയത്തമ്മ. അവരാണ് ഇവിടെ ഭരണം നടത്തുന്നത്. അതേപോലെ കൊട്ടാരത്തിലും ഏറ്റവും മുതിർന്ന പുരുഷൻ, അതാണ് പാലിയത്തച്ഛൻ. അവരാണ് അവിടെയും ഭരണം നടത്തിയിരുന്നത്. പാലിയത്തമ്മ, പാലിയത്തച്ഛൻ എന്നിങ്ങനെയാണ് രണ്ടുപേരെയും സംബോധന ചെയ്തിരുന്നത്. ഇത് അവർ പണ്ട് കാലത്ത് ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും കാര്യങ്ങളുമൊക്കെയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ട ആ നടുമുറ്റം 4 കെട്ട്, അവിടെ വെച്ചാണ് ഇവരുടെ പ്രധാന ചടങ്ങുകൾ എന്താണെങ്കിലും നടത്തിയിരുന്നത്. ജനനം, മരണം, കല്യാണം, പൂജകൾ എന്താണെങ്കിലും ആ ഒരു നടുമുറ്റത്ത് ആ ഒരു 4 കെട്ടിൻ്റെ ഉള്ളിലാണ് ഇവർ ആവശ്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഈ 4 കെട്ടിൽ വരണുണ്ടെങ്കിൽ ഈ അച്ഛന്മാർ എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ താമസിക്കണ ആണുങ്ങൾ ആ ഭാഗം വരെ വരാറുള്ളൂ. അവർക്ക് അവിടം വരെ അവകാശമുള്ളൂ. അവിടെ വന്ന് ആ ചടങ്ങുകളൊക്കെ
പങ്കെടുത്തിട്ട് അവർ തിരിച്ചു പോകും. പിന്നെ ഇവിടെ ഈ 4 കെട്ടിൽ സെപ്പറേറ്റ് റൂമുകളില്ല. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് മാത്രമേ ഒരു റൂമായിട്ട് കൊടുക്കുള്ളൂ. ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ കുത്തനെ നിൽക്കുന്ന സ്റ്റെപ്പുകളാണ്. കുറച്ച് ബ്രിട്ടീഷുകാരുടെ രീതിയിലും പിന്നെ നമ്മുടെ കേരള തനിമയാർന്ന രീതിയിലുമാണ് ഈ കൊട്ടാരം പണി തീർത്തിരിക്കുന്നത്. മരിച്ചുപോയ ഈ കൊട്ടാരത്തിനോട് ബന്ധപ്പെട്ട് അവരുടെ തറവാടുമായി ബന്ധപ്പെട്ട ആളുകളുടെ മരിച്ചുപോയവരുടെ ഫോട്ടോയാണ് 4 കെട്ടിൽ നമ്മൾ കയറി വരുമ്പോൾ തന്നെ അവർ വെച്ചിരിക്കുന്നത്. നീളൻ വരാന്തകളും വിശാലമായ ഹാളും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചുറ്റിനും നടന്ന് കാണി. ഇവിടുത്തെ വാതിലുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ തല കുനിഞ്ഞിട്ട് വേണം അകത്തോട്ട് കയറാനും തിരിച്ചിറങ്ങിപ്പോരാനും. അത് പണ്ടുകാലത്ത് അവരെ ബഹുമാനിച്ചിരുന്ന അവിടുത്തെ അമ്മമാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലിയത്തമ്മനെ അച്ഛനെയൊക്കെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്പിട്ട് കയറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ പണിത വീടുകളാണ്. അപ്പോൾ ആ ഒരു ബഹുമാന സൂചകമായിട്ടാണ് അവരത് കണ്ടിരുന്നത്. പിന്നെ ഇവിടെ ഒരു തുരങ്കമുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ആ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പെരിയാറിലോട്ട് എത്തുന്നതാണ്. അതൊക്കെ അവർ ക്ലോസ് ചെയ്തിട്ടേക്കണേ കേട്ടോ. കുറച്ച് ഭാഗം ഞങ്ങൾ കയറി നോക്കി, പക്ഷേ അങ്ങോട്ട് ഫുള്ള് കയറാൻ പറ്റില്ല, ക്ലോസ് ചെയ്തിട്ടേക്കണേന്ന്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന് കണ്ടതിന് ശേഷം 4 കെട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് പാലിയം കൊട്ടാരത്തിലോട്ടാണ്. നമ്മുടെ നന്ദനം മൂവി ഷൂട്ടിങ് നടന്ന സ്ഥലമാണിത്. നന്ദനം സിനിമയിലെ ഒരു 80% ഭാഗങ്ങളും ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു പാലിയം കൊട്ടാരത്തിലും 4 കെട്ടിലും വെച്ചാണ്. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പതിയെ കൊട്ടാരത്തിലോട്ട് പോയി. കൊട്ടാരം ആണെങ്കിലും അവിടെ ഇപ്പോഴും ഓഫീസായിട്ടും ഇതിൻ്റെ ഓഫീസ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ടിക്കറ്റ് എടുക്കണമെങ്കിൽ അവിടെ പോയി ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പോൾ ആ ഓഫീസുമാണ് ആ ഒരു സൈഡിലായിട്ട് അവർ നടത്തുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ കൊട്ടാരം. കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഒരു ആനയുടെ ഒരു രൂപമാണ് കാണുന്നത് കേട്ടോ, വലിയൊരു ആന. നമ്മൾ നന്ദനം മൂവിയിൽ പൃഥ്വിരാജ് കയറി വരൂലേ, കവിയൂർ പൊന്നമ്മയുടെ അടുത്തോട്ട് ആദ്യം തന്നെ പൃഥ്വിരാജ് കയറി വരുന്നത് ആ ഒരു വാതിൽ തുറന്നിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ്. അതെനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഈ കാണുന്ന തൂണുകൾ, ഒറ്റ കല്ലിൽ പണിതീർത്ത തൂണുകളാണ് ആ കാണുന്നത്. അതൊരു പ്രത്യേക അത്ഭുതം തന്നെയായിരുന്നു. ഈ ജനലുകളുടെ അപ്പുറം കാണുന്ന സ്ഥലം പണ്ട് കളരി നടന്നിരുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഭിത്തികൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഒരു ഹോൾ ഇട്ടിട്ടുണ്ട് ഇവർ. അത് കർമ്മസൂത്രം എന്നാണ് ആ ഗൈഡ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ ഈ വാസ്തുപരമായിട്ടൊക്കെ ഈ നോക്കിയിട്ടേ ഇവർ വീട് പണിയുള്ളൂ. അപ്പോൾ നെഗറ്റീവ് എനർജികൾ ഉണ്ടെങ്കിൽ പുറത്തോട്ട് പോകാനും പോസിറ്റീവ് അകത്തോട്ട് കയറി വരാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ ആ ഹോളുകൾ ഇട്ട് കൊടുക്കുന്നത്. കർമ്മസൂത്രം എന്നാണ് ഈ ഹോളുകളെ പറയുന്നത്. അത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഒരു അപ്പുറത്തെ റൂമാണെങ്കിലും ആ ഭിത്തി കൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ ആ പോയിൻറ്റിൽ കൂടെ തന്നെ ഇരിക്കുള്ളൂ അടുത്ത ഭിത്തിയിലും ആ ഒരു ഹോൾ വന്നേക്കണത്. അങ്ങനെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയ അമ്പലമുണ്ട്. ആ എന്തെങ്കിലും പരിപാടികളും ഉത്സവങ്ങളും ചടങ്ങുകളൊക്കെ വരുമ്പോൾ സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ആ ഒരു ചെറിയൊരു കിളിവാതിൽ, അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അതിൽ കൂടെ നോക്കി നിന്ന് അതിൽ പങ്കെടുക്കാനും ഇതാക്കാനൊക്കെ പറ്റുമായിരുന്നു. മൂത്ത കാരണവരാണ് ഇവിടുത്തെ ഭരണം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ റൂമാണ് കേട്ടോ ഇത്. ഇവിടേക്ക് ആ കാലഘട്ടത്തിൽ ആരെയും പ്രവേശനമില്ലായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഡോറ് കണ്ടില്ലേ, അത് ശിക്ഷാ റൂം എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. എന്തെങ്കിലും ശിക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുക്കാനാണെങ്കിൽ അയാളെ കൊണ്ടുവന്ന് അതിൻ്റെ ഉള്ളിൽ അടച്ചിടും. അത് ഞങ്ങൾ ശരിക്കും കയറി നോക്കിയതാണ് കേട്ടോ. ജസ്റ്റ് ഒരാൾക്ക് നിവർന്ന് നിൽക്കാനുള്ള ഒരു സ്ഥലം അതിൻ്റെ അകത്തില്ല. ഒന്ന് തല കൊമ്പിട്ടും ഇതായും നിൽക്കാൻ പറ്റുള്ളൂ. അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശ്വാസം മുട്ടും, ശ്വാസം ഒന്നും കിട്ടൂല. അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കും. ഭക്ഷണമൊന്നും കൊടുക്കൂല. അങ്ങനത്തെ ഒരു ശിക്ഷാരീതിയാണ് നടന്നുകൊണ്ടിരുന്നത്. പാലിയത്തച്ഛൻ്റെ റൂമായിരുന്നു അത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിയൊക്കെ ഫീൽ ചെയ്യും.
അതിൻ്റെ ചുറ്റുമുള്ള ഭാഗങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് പതിയെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ എൻ്റെ പാലിയത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ള് കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. ബൈ. ഓക്കെ.